ഡിറ്റുവ ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടെ ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തീരദേശ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും തുടരും. ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചുവെന്ന് റവന്യൂ മന്ത്രി KKSSR രാമചന്ദ്രൻ അറിയിച്ചു. ശ്രീലങ്കയിൽ മരണം 159ആയി. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴയിലും കാറ്റിലുമാണ് തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചത്. തൂത്തുകുടി, തഞ്ചാവൂർ, മയിലാടുതുറൈ എന്നിവിടങ്ങളിലാണ് മരണമുണ്ടായത്. 234 വീടുകൾ തകർന്നു. 38 ക്യാമ്പുകളിലായി 2393 പേർ കഴിയുന്നുണ്ടെന്നും മന്ത്രി KKSSR രാമചന്ദ്രൻ അറിയിച്ചു. തഞ്ചാവൂർ, നാഗപട്ടണം തുടങ്ങിയ ജില്ലകളിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. നിലവിൽ ചെന്നൈ തീരത്ത് നിന്നും 180 കിലോമീറ്റർ അകലെയാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ്. 12 കിലോമീറ്ററാണ് കാറ്റിന്റെ വേഗം. ഇന്ന് വൈകിട്ടോടെ തീവ്ര ന്യൂനമർദ്ദമാകും. 24 മണിക്കൂറിനുള്ളിൽ ചെന്നൈ തീരത്തിന് സമീപത്തേക്ക് എത്തും. അപ്പോഴേക്കും ശക്തി ക്ഷയിച്ച് ന്യൂനമർദ്ദമാകും. ചുഴലിക്കാറ്റ് കരയോടടുക്കുമ്പോൾ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ചെന്നൈയിലെ മറീന, പട്ടിണപ്പാക്കം, ബസന്ത് നഗർ തുടങ്ങിയ ബീച്ചുകളിൽ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.